മറ്റൊന്നുമല്ല, ഈ പെരിയാറിലെ മത്സ്യക്കുരുതി വിഷവാതക സാന്നിധ്യം സ്ഥിരീകരിച്ച കുഫോസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് കൂടുതൽ നടപടികൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഡാനി റിപ്പോർട്ട് ചെയ്യുന്നത്. പെരിയാറിന് പുറമെ കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു. കായലിലും കൂട് കൃഷി നടത്തിയിരുന്ന ഇടങ്ങളിലുമാണ് മീനുകൾ ഇങ്ങനെ ചത്തുപൊങ്ങിയത്. നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ട് കർഷകർ രംഗത്തുണ്ട്. ഡാനി, ഈ പെരിയാറിൽ പിന്നാലെ കുണ്ടന്നൂരിൽ ഈ മത്സ്യക്കുരുതി ഇങ്ങനെ കാണുന്നത് അത് സങ്കടകരമാണ്. എന്താണെങ്കിലും ജലാശയങ്ങൾ, പ്രത്യേകിച്ചും കൊച്ചി പരിസരത്തെ ജലാശയങ്ങൾ ഇങ്ങനെ മലിനമാകുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നതുമാണ്. എന്നാലും മറ്റിടങ്ങളിലെ പരിശോധന നടത്തേണ്ടതുണ്ട്, അത് മറക്കുന്നില്ല. എന്നാലും ഈ ഡാനി, ഈ കുഫോസിന്റെ റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് കൂടുതൽ തരത്തിൽ എടുക്കാൻ പോകുന്നത്? എൽദോ, പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കുഫോസിന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും റിപ്പോർട്ടുകൾ പരസ്പരം ബന്ധമില്ലാത്തതാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണ്ടെത്തലുകളിൽ അവർ പറഞ്ഞിരിക്കുന്നത് പെരിയാറിൽ അവർക്ക് യാതൊരു രാസമാലിന്യവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അവർ ഓക്സിജന്റെ സാന്നിധ്യം കുറഞ്ഞു പോയതാണ് മത്സ്യക്കുരുതിക്ക് കാരണമായി പറയുന്നത്. അതിന് ജലസേചന വകുപ്പിനെ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇറിഗേഷൻ ബ്രിഡ്ജ് ആലോചനകളില്ലാതെ തുറന്നതുകൊണ്ടാണ് എന്ന് അവർ പറയുന്നു. പക്ഷേ കുഫോസിന്റെ കണ്ടെത്തൽ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. പെരിയാറിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടായത്, ഏതെല്ലാം രാസവസ്തുക്കൾ അവർ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയും പരിശോധിച്ച മത്സ്യങ്ങളുടെ സാമ്പിളുകൾ, ഇതിലെല്ലാം തന്നെ അതിൻ്റെ മത്സ്യങ്ങളും അതിനകത്തും ഈ അപകടകരമായ അളവിൽ തന്നെ രാസമാലിന്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം ഹെവി മെറ്റൽസുകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊന്ന് സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ രണ്ട് റിപ്പോർട്ടുകൾ, രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച് മന്ത്രി പി രാജീവ് വിശദീകരിച്ചതും അങ്ങനെ ഒരു അന്തരമുണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ സബ് കളക്ടർ വഴിയാണ് റിപ്പോർട്ടുകൾ ചീഫ് സെക്രട്ടറിയിലേക്ക്, ജില്ലാ കളക്ടറിലേക്കും പിന്നീട് ചീഫ് സെക്രട്ടറിയിലേക്കും എത്തുക. ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലേക്ക് ഈ റിപ്പോർട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തിരുവനന്തപുരത്തെ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറുമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയുണ്ടാകും. സബ് കളക്ടർ ഈ രണ്ട് കാര്യങ്ങളിലും അവ്യക്തതകളുണ്ടെങ്കിൽ അത് വിശദമായിട്ട് തന്നെ രേഖപ്പെടുത്തുകയും ഒരു സ്വതന്ത്ര ഏജൻസി തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കുകയും ചെയ്യുമെന്നാണ് ഇന്നലെ മന്ത്രി പി രാജീവ് ഇത് സംബന്ധിയായ കാര്യങ്ങൾക്ക് വ്യക്തമാക്കിയത്. എന്തായാലും റിപ്പോർട്ടിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, രണ്ട് റിപ്പോർട്ടിലും. അതിൽ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെരിയാറിലെ കർഷകർക്കും നേരിട്ട മത്സ്യക്കുരുതി മൂലമുണ്ടായ നഷ്ടം, അവരുടെ ബാധ്യതകൾ, അത് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഈ ആശങ്കകൾ ഒഴിയാതിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് കുണ്ടന്നൂരിൽ മരട് കേന്ദ്രീകരിച്ച് കൂട് കൃഷി നടത്തിയിരിക്കുന്ന അവരുടെ ഫാമുകളിലെ മുഴുവൻ മത്സ്യങ്ങളും ചത്തുപോകുന്നത്. അവിടെ സാർവത്രികമായി അവിടെ മത്സ്യം മറ്റിടങ്ങളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഫാമുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ സാമ്പിളുകളും കുഫോസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി പരിശോധനാ ഫലം വരാനുണ്ട്. മത്സ്യ കർഷകരുടെ ഒരു യോഗം നാളെ കൊച്ചിയിൽ ചേരുന്നുണ്ട്. അവരുടെ ഒരു ഭാവി പരിപാടികൾ എന്ത് എന്നത് അത് സംബന്ധിച്ച് തീരുമാനിക്കും. ഒപ്പം പെരിയാറിലെ കർഷകർ അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം അവർക്ക് ഈ രീതിയിലേക്ക് നഷ്ടം സഹിക്കുന്ന സർക്കാരിൽ നിന്ന് എത്രയും പെട്ടെന്ന് നഷ്ടം ഈടാക്കുന്നതിന് വേണ്ടി നിയമ നടപടികൾ കൂടി അനിവാര്യമാണ് എന്ന ഒരു ചിന്തയിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ കർഷകർക്ക് നഷ്ടം നേരിട്ട ഒരു സീസൺ കൂടിയായിട്ട് കടന്നു പോകുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങളിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ആവശ്യമാണ്. നിലവിൽ നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതിനാൽ ഇന്ന് സർക്കാരിന് മുന്നിലേക്ക് സമർപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടിൽ അതിൽ എങ്ങനെയാണത് ക്രോഡീകരിക്കുക എന്നതാണ് കാണേണ്ടത്. അതിൽ മറ്റൊരു അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമോ എന്നതുകൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. എൽദോ. റൈറ്റ്, ഡാനി പോളാണ് കൊച്ചിയിൽ വിവരങ്ങൾ പങ്കുവച്ചത്.